والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله المولانا العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنة وأنت سر الندى في كل مستدم. إني إذا مسني ضيم يروعني أقول يا سيد السادات يا سندي أقول يا سيد السادات يا سندي. الله سبحانه وتعالى നമ്മൾ ഒരുമിച്ച് കൂടിയതൊക്കെ അവന്റെ പൊരുത്തം അമലുകളിൽ കൊടുത്തുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്നൊക്കെ മൺമറഞ്ഞയുടെ പവറുകളിലേക്ക് ഇതിന്റെ സന്തോഷങ്ങൾ അല്ലാഹുവേ എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതത്തിൽ അവർക്കൊക്കെ വലിയ സന്തോഷങ്ങൾ അല്ലാഹുവേ നൽകുമാറാകട്ടെ. ഞങ്ങൾക്കും അല്ലാഹുവേ റമദാന്റെ ബറക്കത്ത് കൊണ്ട് പാപങ്ങളൊക്കെ പുറത്ത് സംശുദ്ധരാകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നാമവുമായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലുടനീളം രഹസ്യമായും പരസ്യമായും സൃഷ്ടിച്ച റബ്ബിനെ തഖ്വ ചെയ്യണമെന്ന് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് ഒരാഴ്ച നീണ്ടു നിന്നിരുന്ന നമ്മുടെ മതവിജ്ഞാന വേദിക്ക് ഇന്നത്തെ വിഷയത്തിന് അവസാനം കുറിക്കുകയാണ്. ഇത്രയും സമയങ്ങൾ നമ്മൾ ചെലവഴിച്ചതൊക്കെ നമുക്ക് ആഖിറത്തിൽ ഉപയോഗിക്കുന്നതാകണം. അതിനുവേണ്ടിയാണ് ഇത്രയും സമയം ചെലവഴിച്ച് നമ്മൾ പറഞ്ഞത് കേട്ടതൊക്കെ. ആ രീതിയിൽ അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് വന്ന ഉമ്മമാരൊക്കെ ഒരു പിണക്കമൊന്നും ഇല്ലാത്ത ആളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതന്നല്ലേ? ഇൻഷാ അല്ലാഹു തആല നമ്മളൊക്കെ ദുആക്ക് ഇജാബത്തുള്ള കൊടുത്തുമാറാകട്ടെ. ഇന്ന് പറയാൻ പോകും, പറഞ്ഞ സമയം പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് ദുആ ചെയ്ത് പിരിയണം. നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നമ്മൾ പഠിച്ചതൊക്കെ ഇനി ഒന്ന് അപ്ലൈ ചെയ്യണം. എങ്ങനെയത് ജീവിതത്തിൽ കൊണ്ടുവരും, അതിനെന്താണ് മാർഗം? ഇന്നലെ ചിലപ്പം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് ഇൻഷാ അല്ലാഹ് ഇത്രയും ദിവസം നിങ്ങൾ പങ്കെടുത്തത് കൊണ്ട് ഒരു ഓഫർ തരാം. സ്വർഗത്തിലേക്ക് പോകാൻ എളുപ്പമായിട്ടുള്ള ചെറിയ അമൽ, കുറയൊന്നുമില്ല, ഒറ്റൊരമൽ. അത് ജീവിതത്തിൽ എന്നും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. അതോടുകൂടെ ദുനിയാവിൽ ഒരു പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല, വിഷമങ്ങളൊന്നും ഉണ്ടാവില്ല. ആ രീതിയിൽ ജീവിക്കാൻ പറ്റിയ ഒരു ചെറിയ അമല് നമുക്ക് അവസാനം ഓർമ്മപ്പെടുത്താം. ഇൻഷാ അല്ലാഹ് ആദ്യം ഞാൻ ഓതി വെച്ച ആ പരിശുദ്ധ ഖുർആന്റെ വാചകം, ആയത്തുകൾ, അതിന്റെ അർത്ഥം ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്കൊന്ന് വരാം. വൽ അസ്ർ, കാലം സത്യം. അത് വാങ്ങി അതായത് വനഅസ്ർ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല തുടങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ഉമ്മമാരൊക്കെ പറഞ്ഞ പൈസ കൊണ്ടുവന്നിട്ട് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഒക്കെ അവസാനം ദുആ ചെയ്യണം എന്ന് അല്പം പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അമൽ കൂടെ പറഞ്ഞ് നമുക്ക് പിരിയാം. കാലത്ത് തൊട്ട് സത്യം ചെയ്തിട്ട് അന്ന് പറയണം. ഇനി കുറച്ചെടുത്ത് കേൾക്കിട്ടോ. കാലം സത്യം ചെയ്തിട്ട് അന്ന് പറഞ്ഞ കാര്യം എന്താ അറിയാം? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യന്മാര് കാലങ്ങളായി വ്യത്യാസങ്ങളില്ലാതെ ബഹുഭൂരിപക്ഷം മനുഷ്യരും പരാജയത്തിലാണ്. ഇത് പറഞ്ഞപ്പോ ഖുർആനിലെ പറഞ്ഞത് എന്ന് പറഞ്ഞില്ലേ? 1500 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1400 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ് ഇത് പറഞ്ഞപ്പോ അന്നത്തെ ആളുകളെ കൂട്ടത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം ആളുകളും പരാജിതരാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അതിൽ ഒരു വിഭാഗത്തെ ഒഴിവാക്കുന്നുണ്ട്.
ഒരു കൂട്ടം പരാജയപ്പെട്ട ആളുകളല്ല എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ അല്ലേ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇല്ലല്ലദീന ആമനൂ, ദിവസം കൂടുന്തോറും വിശ്വാസം വർദ്ധിക്കുന്നവരൊഴിച്ച്. ഈമാൻ വർദ്ധിക്കുമോ ഇല്ലേ? പണ്ഡിതന്മാര് പറഞ്ഞു ഈമാൻ വർദ്ധിക്കും. ഖബറിനെ കുറിച്ച് ഇന്നലെ കേട്ടപ്പോ ഈമാൻ വർദ്ധിച്ചോ അല്ലേ? വർദ്ധിച്ചില്ലേ? ഇതേപോലെ അമലുകൾ വർദ്ധിക്കുന്തോറും വിശ്വാസങ്ങളിൽ ദൃഢത കൂടിക്കൊണ്ടിരിക്കും എന്ന് മഹാന്മാരാകുന്ന അയിമ്മത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് വിശ്വാസപരമായിട്ട് കൂടുതൽ വർധനമുണ്ടാക്കണം. അങ്ങനത്തെ ആളുകൾ പരാജയപ്പെട്ടിട്ടില്ല. ഈമാൻ കൂടിയാൽ മാത്രം മതിയോ? ഉടനെ തന്നെ അമ്മ പറഞ്ഞു മാത്രം പോരാ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തവർ. അപ്പൊ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ കാലത്തും ഇത്തരത്തിൽ ഈമാൻ വർദ്ധിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്ത ആളുകൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. ഈ സൂറത്ത് സ്വഹാബികൾക്കിടയിൽ യാത്ര പറയുന്ന സമയത്ത് ഒരാൾ നാട്ടിൽ നിന്നേക്ക് യാത്ര പോവുകയാണ്, ഒരു എന്തെങ്കിലും എന്താ പറയാ എങ്ങോട്ടെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ അത് കൈപിടിച്ചുകൊണ്ട് ഈ സൂറത്ത് ഓതിയിരുന്നു ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരാൾ യാത്ര പറയുമ്പോൾ അവർക്ക് ഓതി കൊടുക്കൽ സുന്നത്തുള്ള സൂറത്താണ് ഈ സൂറത്ത് എന്ന് അയ്മത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ഖുർആൻ പറഞ്ഞു. അപ്പൊ രണ്ട് കാര്യമായി. ഒന്ന്, ഈമാൻ ഇങ്ങനെ വർദ്ധിക്കണം. ഈമാൻ വർദ്ധിക്കാൻ എന്ത് ചെയ്യും? അതിന് മുൻകഴിഞ്ഞു പോയ ആളുകളെ ചരിത്രം കേട്ടാൽ മതി അല്ലേ? നബിതങ്ങളുടെ കാലഘട്ടത്തിലുള്ള സ്വഹാബികളുടെ ധീരമായ അധ്വാനത്തിന്റെ കഥകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാനിൽ വർദ്ധനവ് കിട്ടും. അതുകൊണ്ടാണ് ബദരീങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്നത് അല്ലേ? ബദരീങ്ങളെ ആണ്ട് കഴിക്കുന്നത് അതിനാണ്, അതല്ലാതെ ഇറച്ചി കിട്ടാത്തത് കൊണ്ടല്ലല്ലോ. ആ ബദരീങ്ങളെ അനുസ്മരിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഈമാനിക ആവേശം നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വരുന്നുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഏതൊരു പാർട്ടിയാണെങ്കിലും, ഏത് മാർക്സിസ്റ്റ് പാർട്ടിയാണെങ്കിലും ലീഗ് ആണെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഏത് പാർട്ടിയാണെങ്കിലും അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടി അവർ കൊടുക്കുന്നത് കഴിഞ്ഞ പോയ കാലത്ത് അവർക്ക് വേണ്ടി അധ്വാനിച്ച ആളുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ? ഏത് പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടി നോക്കി നിങ്ങൾ ചെഗുവേരന്റെ ഫോട്ടോ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ പോയ മറ്റേ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ, അങ്ങനെ ഈ നായരുടെ ഫോട്ടോ, അങ്ങനെ ആരെങ്കിലും ഫോട്ടോ കൊടുക്കും അല്ലെ? അതേസമയം മറ്റു കോൺഗ്രസ്സുകാരാണെങ്കിൽ ഗാന്ധിജിയുടെ ഫോട്ടോ, നെഹ്റുവിന്റെ ഫോട്ടോ, അതേപോലെ അങ്ങനെ കഴിഞ്ഞു പോയവരുടെ ഫോട്ടോ, മുസ്ലിം ലീഗാണെങ്കിൽ അങ്ങനെ കുറെ ഫോട്ടോ. ഇത് കാണിച്ചു കൊടുക്കേണ്ടത് എന്തിനാണ്? ഇവരിതിൽ ത്യാഗം ചെയ്ത ആളുകളാണ്. ഈ ത്യാഗം ചെയ്തതിനെ കുറിച്ച് ഓർമ്മ വരുന്ന സമയത്ത് നമുക്കൊന്നും കൂടെ അതിൽ ഉറപ്പ് കിട്ടും. അതേപോലെ നമ്മൾ ചരിത്രങ്ങൾ നന്നായി പഠിക്കണം. ചരിത്രങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഈമാനിന്റെ ആ വെളിച്ചം ഇങ്ങനെ പ്രവേശിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഉമ്മമാർ ഇനിയുള്ള ദിവസങ്ങളിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെ, ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ കൂടുതലുള്ളത്, നല്ല നല്ല കഴിഞ്ഞു പോയ ആളുകളുടെ മഹാന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കണം. ബീവി നഫീസ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പഠിക്കണം. നഫീസ ബീവി എന്ന് പറയുമ്പോൾ ഷാഫി ഇമാം ദുആ ചെയ്യിപ്പിച്ച ആളാണ്. നമ്മൾ ഓർത്തു നോക്കിയാണ് ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ നബി നിങ്ങൾ പറഞ്ഞില്ലേ, ആലിമു ഖുറൈശിൻ യംലഉ റിബാഖൽ അർളി ഇൽമ, ലോകത്തിന്റെ നാനാഭാഗത്തും അറിവ് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന ഒരു ഖുറൈശി പണ്ഡിതൻ എന്ന് പറഞ്ഞ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളാണ് നഫീസ ബീവിന്റെ അടുക്കിലേക്ക് ആളയക്കാനുള്ള ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത്രയും വലിയ മഹദിയാകാൻ നഫീസ ബീവി ചെയ്തതെന്ത്? റാബിയത്തുൽ അദവിയ വലിയ മഹദിയല്ലേ? ആ മഹദിയുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാൻ കഴിയും എന്തായിരുന്നു അവരുടെ നിലപാട്. ഇങ്ങനെ കഴിഞ്ഞു പോയവരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പഠിക്കണം. അതിനുവേണ്ടി സമയം നമ്മൾ കണ്ടെത്തണം. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്ക് വരാം. പിന്നെ അടുത്ത ഒന്ന്, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓരൊക്കെ നല്ല ആൾക്കാരായില്ലേ, ഞാൻ പിച്ച് പെടാൻ കഴിയൂല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അവരൊക്കെ അത്ര ഉഷാറായോ എങ്കിൽ നമ്മൾക്ക് എന്തൊരു സൗകര്യമുണ്ട്. ഇന്ന് പണ്ടത്തെ പോലെ അല്ലല്ലോ അല്ലെ? രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് നീച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് ഇച്ചൊക്കെ ഓർമ്മയുണ്ട്, എന്റെ അമ്മക്ക് വിറക് കൂട്ടിയിട്ടായിരുന്നു കത്തിച്ചീന്, അതന്നെയല്ലോ അല്ലെ? ഇന്ന് പറഞ്ഞ ആവശ്യമല്ലോ. ചായ കാണുമ്പോൾ 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ഞാൻ പള്ളിയിലേക്ക് വരുമ്പോ ഭാര്യ 2-3 മിനിറ്റ് കൊണ്ട് ചായ ഉണ്ടാക്കി തരും. എത്ര സുഖം! വിറക് എത്തിക്കണം, ഒന്നൊരു സാധനം തിരിച്ചാണ്ട് മനസ്സിലായി എന്തൊരു എളുപ്പമുണ്ട്
അല്ലാ. അത് കഴിഞ്ഞ് മക്കൾ എണീക്കുമ്പോഴേക്ക് നമ്മൾ നിസ്കാരം ഓത്തൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്താണ് വെക്കേണ്ടത് വെച്ചാല് പയറോ അല്ലെങ്കിൽ ചെറുപയറോ അല്ലെങ്കിൽ കടല് അല്ലെങ്കിൽ ഏത് ബീഫോ ചിക്കൻ ഏതാണെങ്കിലും ഏറിപ്പോയ 15 മിനിറ്റിനുള്ളിൽ അതും വെന്ത് കിട്ടും. ഇത്ര എളുപ്പത്തിലാണ് നമ്മുടെ ഓരോ ക്രമീകരണങ്ങളും. ഇനി നമുക്ക് സമയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത് നമ്മൾ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണം. നല്ല നല്ല മുഅ്മിനീങ്ങളായ ആളുകൾ ചരിത്രം പഠിച്ചിട്ട് നഫീസാബിയുടെ ചരിത്രം പഠിച്ചിട്ട് നഫീസാബിയൊക്കെ ജീവിച്ച കാലത്ത് ഇത്രയും നല്ല ഭക്ഷണം പോലും കിട്ടിയില്ലല്ലോ പഠിച്ചോളെ എന്ന് കരുതിയിട്ട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ മൂന്നാമത്തെ കാര്യം നല്ല നല്ല കാര്യങ്ങൾ. ഒരു തെറ്റായ കാര്യം നമ്മുടെ കൂട്ടുകാരി ചെയ്യുന്നത് കണ്ടു, മക്കൾ ചെയ്യുന്നത് കണ്ടു, ഭർത്താവ് ചെയ്യുന്നത് കണ്ടു, അല്ലെങ്കിൽ ഭാര്യ ചെയ്യുന്നത് കണ്ടു എങ്കിൽ അത് പറഞ്ഞു മോളെ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ മോനെ ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് അതിന്റെ സത്യമായ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കണം. ക്ഷമിക്കാനും വേണ്ടി പഠിപ്പിച്ചു കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മൾ അക്ഷരരാണ്. നമ്മളെ വീട്ടില് ഭർത്താവിന് ജോലി ഇല്ലാതെ ആയി എന്ന് കൂട്ടിക്കോളി, നമ്മൾ ബേജാറാകും. ഇന്നെന്താ ചെയ്യാ? 2 മാസത്തിനുള്ള ബാങ്ക് ബാലൻസ് എടുത്തുണ്ടാവും അല്ലേ? അത് ഉണ്ടായിട്ട് ഒരാഴ്ച കൊണ്ട് ചിലപ്പോൾ ജോലി കിട്ടും. അപ്പോഴേക്കും ബേജാറാണ്, ഇനി അടുത്ത മാസം എന്താ ചെയ്യാ എന്ന് ബേജാറാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മെപ്പോലെ മജ്ജയുള്ള മാംസമുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് അങ്ങാടിയിൽ വസിക്കുന്നവർ. രാത്രി സമയത്ത് നിങ്ങൾ അങ്ങാടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയും. കോഴിക്കോട് അങ്ങാടി അല്ലെങ്കിൽ അത് വേണ്ട അരീക്കോട് അങ്ങാടി വരെ അങ്ങനത്തെ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് എത്ര സൗകര്യം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നല്ല രീതിയിൽ നല്ല ക്ഷമ ചെയ്യാൻ വേണ്ടി, ക്ഷമിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ആളുകളോട് കൽപ്പിക്കണം. ഈ 4 സ്വഭാവം നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ പരാജിതരുടെ ലിസ്റ്റിൽ നിന്ന് മാറിപ്പോകും. അല്ലാഹു തആല നമുക്ക് അത്തരം നല്ല ആളുകളെ ഉൾപ്പെടാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ, ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഒരു വർഷക്കാലത്തോളം ഈ റമദാനിന്റെ ലാഭം കൊണ്ട്, ഈ റമദാനിന്റെ വെളിച്ചം കൊണ്ട് അടുത്ത റമദാൻ വരെ നമുക്ക് ജീവനുണ്ടെങ്കിൽ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകുമാറാകട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നന്മകളിലൂടെ മുന്നേറാൻ ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. ദിവസവും നല്ല നല്ല ചരിത്രങ്ങൾ പഠിക്കുക. എല്ലാ ദിവസവും കഴിഞ്ഞില്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ചയെങ്കിലും പഠിക്കൂ. അതിലല്ലേ സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഓതണമെന്ന് പറഞ്ഞത്? വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫിൽ കൂടുതൽ ചരിത്രങ്ങളല്ലേ ഉള്ളത്. എത്ര ചരിത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനാകുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുതൽ, ഖദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുതൽ, ദുൽഖർനൈൻ ചക്രവർത്തിയുടെ ചരിത്രം മുതൽ, സുബ്ഹാനല്ലാഹ്, എണ്ണിയാൽ ഒതുങ്ങാത്ത ചരിത്രങ്ങളുള്ള ഒരു വലിയ സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. എല്ലാ ആഴ്ചയും ഓതാൻ വേണ്ടി പറഞ്ഞത് എന്തിനാണ്? നമുക്ക് ധാരാളം ചരിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴാണ് ഈമാനിൽ വർധന കിട്ടുക. ഇരിക്കട്ടെ, അങ്ങനെ നമ്മളോട് ജീവിക്കുമ്പോൾ മഖ്ദൂം തങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയ കാര്യമുണ്ട്. മഹാനരാം മഖ്ദൂം തങ്ങൾക്ക് അദ്കിയ എന്ന കിതാബുണ്ട്. ആ കിതാബിലൂടെ ഓർമ്മപ്പെടുത്തി ഉമ്മ, ഒരു ദിവസം, ഒരു സെക്കൻഡ് പോലും, ഒരു നിമിഷം പോലും ഇബാദത്തിലല്ലാതെ നമ്മുടെ സമയം കഴിഞ്ഞു പോകരുത്. രാവിലെ നമ്മൾ എണീക്കുന്ന സമയം മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ സൃഷ്ടിച്ച റബ്ബിന് വേണ്ടിയുള്ള ഇബാദത്തിനായിരിക്കണം. അതാ മഖ്ദൂം പറഞ്ഞത്, എല്ലാ സമയവും റബ്ബിന്റെ ഇബാദത്തിനായി ചെലവഴിക്കണം. വെറുതെ എന്തെങ്കിലും കണ്ടുകൊണ്ട് സമയം കളഞ്ഞുകൂടാ. ഉമ്മമാരെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ ഒരു ഓഫർ പറഞ്ഞു തരാമെന്ന്. അതിനു മുമ്പ് ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ഒരു ദിവസം, ഇന്നലത്തെ ദിവസം എന്റെ ജീവിതത്തിൽ, നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമരം ചെലവഴിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത റീലുകൾ കണ്ടുകൊണ്ട്, ആവശ്യമില്ലാത്ത വീഡിയോകൾ കണ്ടുകൊണ്ട്, നേരം പോക്കിന് വേണ്ടി, ടൈം പാസിന് വേണ്ടി അങ്ങനെ വല്ല സമയവും പോയിട്ടുണ്ടോ? അത്
പാടില്ല കേട്ടോ. എന്ത് നമ്മൾ ചെയ്യുകയാണെങ്കിലും, എന്ത് നമ്മൾ കാണുകയാണെങ്കിലും, എന്ത് നമ്മൾ പറയുകയാണെങ്കിലും ദുനിയാവിലോ ആഖിറത്തിലോ ഉപകരിക്കേണ്ടതില്ലേ? ഉടനെ തന്നെ മഹാനായ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, വതസീറു ഔഖാതിൽ മുബാഹിബിനിയാ മസ്റൂഫതൻ ബിൽ ഖൈരി ഫസ്ബിൽ ഇജ്തിലാ. ഓരോ സമയവും ഹലാലായ മാർഗത്തിൽ ചെലവഴിക്കുന്ന ഓരോ സമയവും നമുക്ക് കൂലി കിട്ടുന്നതാണ് കേട്ടോ. രാവിലെ നമ്മൾ എണീറ്റ സമയത്ത് നമ്മൾ ദിക്ർ ചൊല്ലിയാൽ അവിടെ കൂലി കിട്ടും. എണീറ്റ് ഉടനെ തന്നെ വുളു എടുക്കാൻ വേണ്ടി, ഇനി വുളു ശുദ്ധിയില്ലാത്ത ഉമ്മമാരാണെങ്കിലും ഒന്ന് എണീറ്റ പാടെ ബ്രഷ് ചെയ്താൽ അതിന് കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ എണീറ്റ് കൊണ്ട് മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുമ്പോൾ, പടച്ചോനെ നിന്റെ വജീഹിന് വേണ്ടി, നിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇവർക്ക് ഞാൻ ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചാൽ അതിന് കൂലിയാണ്. അതിനുശേഷം അവരെ വിളിച്ചുണർത്തി ഭക്ഷണത്തിന് അത്താഴം കഴിക്കാൻ വേണ്ടി അവരെ എണീപ്പിച്ചാൽ അതിന് കൂലിയാണ്. ഇങ്ങനെ ഓരോ കർമ്മങ്ങളും നിയ്യത്ത് കൊണ്ട് കൂലി കിട്ടും. അതേസമയം ചില ഉമ്മമാർ ഈ ഭാഗത്തില്ല. ഞങ്ങളുടെ ഭാഗത്തിൽ ചില ആൾക്കാരെ രാവിലെ നീച്ചണം, അല്ലെങ്കിൽ ഇവരൊക്കെ വിട്ടിട്ട് നീച്ചില്ല, വെറുതെ പണി, വേറെ നീ പണി കിട്ടിയാൽ മതി ഇനി എന്ന് ചിന്തിക്കുന്ന ഉമ്മമാരുണ്ട്. ഇവിടെ കേട്ടോ, ഇവിടെ നല്ല ആൾക്കാരാണ്. ഈ നിയ്യത്തിനോട് കൂടി ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടിയല്ലേ? അല്ലേ? ഉണ്ടാക്കി കൊടുക്കും വേണം, കൂലി കിട്ടൂല. അതേസമയം ഈ കൂലി കിട്ടണമെങ്കിൽ നല്ല രീതിയിൽ മനസ്സ് ശുദ്ധമാക്കിയിട്ട് അങ്ങോട്ട് ചെയ്തു നോക്കി സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും നന്മയ്ക്ക് വേണ്ടി തിരിക്കപ്പെട്ടതായി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ ക്ലിയർ ആയി തീരും. അങ്ങനെ മഹാനായ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, ഈ രീതിയിൽ ജീവിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിക്കും ഒറ്റ കർമ്മങ്ങളൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. അങ്ങനെയല്ല കേട്ടോ. രാവിലെ നമ്മൾ ക്ലാസ്സിൽ വരുമ്പോ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മമാരെ ആരോഗ്യം ശുദ്ധീകരിക്കാൻ വേണ്ടി, മനസ്സ് റാഹത്താക്കാൻ വേണ്ടി ഒന്ന് കുളിക്കൽ സുന്നത്തുണ്ടല്ലോ. ശരീരം ക്ഷീണിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കുളിച്ച് പശ്ചാത്തല സുന്നത്താണെന്ന് അയിമത്ത് പഠിപ്പിച്ചില്ലേ? ഇങ്ങനെ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും രാവിലെ എണീറ്റ് രാത്രി ആകുന്നതുവരെ നന്മകൾ ചെയ്യൂ. ആ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോശപ്പെട്ടവരാകൂല, നമ്മൾ പരാജയപ്പെട്ടവരാകൂല. ദുനിയാവിലോ പരാജയം നേരിടേണ്ടി വരില്ല, ആഖിറത്തിലോ തോൽക്കേണ്ടി വരില്ല. റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഒരു ടൈം ടേബിൾ നമുക്ക് വേണം. ആ രീതിയിൽ ആ ചിട്ടമാർന്ന ജീവിതം നടന്നു പോന്നാൽ ഉമ്മമാരെ ദുനിയാവിൽ നമുക്ക് നഷ്ടം ഉണ്ടാവില്ല, ആഖിറത്തിന് പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ ജീവിക്കാൻ തയ്യാറാണല്ലേ? അല്ലേ? ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനാദ്യം തന്നെ എണീക്കുന്ന സമയത്ത് എല്ലാവർക്കും ദിക്ർ അറിയാം അല്ലേ? എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന ദിക്ർ ചൊല്ലിയ ഉടനെ തന്നെ നല്ല രീതിയിൽ ബാത്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് മുഖം കഴുകൽ പ്രത്യേകം സുന്നത്താണ്. ആ സുന്നത്ത് എടുത്തുകൊണ്ട് അടുത്തതായിട്ട് ബ്രഷ് ചെയ്ത് ആ സമയത്ത് ഇനി ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോയതിനു ശേഷം വന്നിട്ടായാലും കുഴപ്പമില്ല. അങ്ങനെ ബ്രഷ് ചെയ്യുമ്പോൾ അല്ലാഹുവേ, ബ്രഷ് ചെയ്യുന്ന സുന്നത്ത് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ ഞാൻ സുന്നത്തായ കർമ്മമാണ് ചെയ്യുന്നത് എന്ന് കരുതിയാൽ എവിടെയും പുലിയാണ്. അങ്ങനെ വുളു നല്ല സംശുദ്ധമായ പൂർണ്ണമായ പരിപൂർണമായ വുളു എടുത്തു. ആ വുളുവോടുകൂടെ നല്ല രീതിയിൽ നമുക്ക് ഉന്മേഷം കിട്ടി. നിങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ ഉറങ്ങുന്ന സമയത്ത് പിശാച് വന്നുകൊണ്ട് 3 കെട്ടിടുന്ന, എന്നിട്ട് പറയുമല്ലോ അലൈക്കലയിലും തൊബയിൽ, നീച്ചാനായില്ല മോളെ, കുറച്ചും കൂടി ഉറങ്ങാൻ സമയമുണ്ട്. നമ്മൾ 4 മണിക്ക് അലാറം വെക്കും അല്ലെ? 4 മണിക്ക് അലാറിനെ അടിച്ച സമയത്ത് നമ്മൾ എണീക്കണം എന്ന് കരുതി നിൽക്കുമ്പോ അപ്പോഴേക്കാലം 4:05 കൂടെ ഉണ്ടായിക്കോട്ടെ. അപ്പൊ പിന്നെ കുറച്ചു നേരം കണ്ട 4:10 കൂടെ ആയിക്കോട്ടെ. പിന്നെ എണീക്കണം എപ്പോഴേക്കാലം പഠിച്ചോനെ ഇന്ന് സുബഹിക്ക് പഞ്ച കിട്ടിയില്ലല്ലോ എന്നേക്കാലം. അത് പിശാചിന്റെ ഒരു പണിയാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? എണീറ്റപാട് ദിക്ർ ചൊല്ലിയാൽ ഒരു കെട്ട് അഴിഞ്ഞു പോകും. രണ്ടാമത് നമ്മളതാ ദിക്ർ ചൊല്ലിയിട്ട് വുളു എടുത്താൽ രണ്ടാമത്തെ കെട്ടും അഴിയും. പിന്നീട് ഒരു നിസ്കാരം കൂടെ നിർവഹിച്ചു കഴിഞ്ഞാൽ 3 കെട്ടുകളും അഴിഞ്ഞു.
സുബ്ഹാനല്ലാഹ്, ഉമ്മമാർക്ക് എല്ലാ ദിവസവും നിസ്കരിക്കാൻ പറ്റൂലല്ലോ, എങ്കിലും ആ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് വല്ല മുഖമൊക്കെ കഴുകിയിട്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നു കഴിഞ്ഞ് പിന്നീട് ഒരു ഖുർആന്റെ ഓത്ത് കേട്ട് നോക്കൂ. നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് എന്തെല്ലാം കേൾക്കാൻ കഴിയും. രാവിലെ തന്നെ ഖുർആന്റെ ഓത്ത് കേട്ട് കഴിഞ്ഞാൽ നല്ല ആത്മാഭിമാനം കിട്ടും. അങ്ങനെ മെൻസസ് ഉള്ള സമയത്ത് ആ രീതിയിൽ അല്ലാഹുവിന്റെ വാചകങ്ങൾ കേട്ടുകൊണ്ട് എണീക്കട്ടെ. അങ്ങനെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് നല്ല ദിക്റുകൾ കേട്ടു, ഖുർആൻ ഓത്ത് കേട്ടു, ദിക്റുകൾ ചൊല്ലി സുബ്ഹാനല്ലാഹ്. ഉറങ്ങുന്ന സമയമാകുമ്പോഴേക്കും ധാരാളം നന്മകൾ ചെയ്യണ്ടേ ഉമ്മമാരെ. ഞാൻ അവസാനിപ്പിക്കുന്ന 10 മിനിറ്റ് കൂടെ നമുക്ക് പറയാം. അവസാനം നമ്മൾ ഇരുൾമുറ്റിയ വീട്ടിൽ യാത്ര ചെയ്യേണ്ടതില്ലേ? ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, മുത്തുനബിയേ, ഉമ്മമാരൊന്ന് കാര്യം ചിന്തിച്ചു നോക്കണം. സൂറത്തുൽ ഖിയാമയിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയില്ലേ? അതാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് ഓരോരുത്തരോടായിട്ട് പറയുകയാണ്, സൂര്യൻ ചുരുട്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തൊരു പ്രകാശമായി പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് രാവിലെ 6 മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 6:45 സൂര്യന്റെ ഉദയം തുടങ്ങുമ്പോഴേക്ക് എല്ലാ ലൈറ്റുകളും മങ്ങുന്നു. പുറത്ത് എന്തൊരു പ്രകാശമാ! നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു 3 ദിവസം തുടർച്ചയായിട്ട് സൂര്യനെങ്ങാനും ഉദിക്കാതിരുന്നാൽ എന്തൊരു ഇരുളായിരിക്കും. നമ്മുടെ വീട്ടിൽ മാത്രം ലൈറ്റ് ഉള്ളത് കൊണ്ട് കാര്യമുണ്ടോ? അല്ലെങ്കിൽ അതെങ്കിൽ പോസ്റ്റുകളിൽ മാത്രം ലൈറ്റ് വെച്ചത് കൊണ്ട് നമ്മുടെ ഇരുളുമാറുന്നുണ്ടോ? ഈ സൂര്യൻ നാളൊരു സമയമാകുമ്പോൾ ചുരുട്ടപ്പെടുന്നില്ലേ ഉമ്മ? അങ്ങനെ ചുരുട്ടപ്പെട്ടു കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് നല്ല ആകാശത്തിൽ പൗർണമിയുള്ള നക്ഷത്രങ്ങളുടെ രാവിലെ പുറത്തിറങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ അതാ ഉമ്മമാരെ 28ാമത്തെ രാവാകുമ്പോഴേക്ക് സൂര്യന്റെ ചന്ദ്രന്റെ പ്രകാശമില്ലാത്ത രാത്രിയാകുമ്പോ അത് പുറത്തിറങ്ങിയാൽ ഒരു വെളിച്ചവും കാണാത്ത ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ ദിവസം പോലെ ഒരു വെളിച്ചമില്ലാതെ, ഒരു ചെറിയ നക്ഷത്രത്തിന്റെ മിന്നാമിനി വെളിച്ചം പോലുമില്ലാതെ ഇരുണ്ട് പോയാൽ ഭൂമി അതാ മറ്റൊരു ഭൂമിയായി നീട്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലോകം വരാനില്ലേ? ആ സമയത്ത് ഇരുൾമുറ്റിയ ലോകമല്ലേ? നമ്മളൊക്കെ മരിച്ചിട്ട് ആ മണ്ണിൽ നിന്ന് നമ്മുടെ ശരീരങ്ങളൊക്കെ ഖബറിന്റെ പുറത്ത് നിന്നിട്ട് ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ പഠിപ്പിച്ചതുപോലെ രണ്ടാമത് ആദ്യം ഇസ്രാഫീൽ അലൈഹിസ്സലാം ഫഇദാ നുഫഖ ഫിസ്സൂരി ഫഇദാ ഹും മിനൽ അജ്ദാഥി ഇലാ റബ്ബിഹിം രണ്ടാമതും സൂർ എന്ന കാരണത്തിൽ വിളിക്കപ്പെടുമ്പോ ആദ്യത്തെ വിളിയാളങ്ങൾ സമയത്ത് ലോകത്തുള്ള സർവ്വതും നശിച്ചിട്ട് റബ്ബ് മാത്രം ബാക്കിയാകുന്നു, ഇരുൾമുറ്റിയ ലോകമാകുന്നു. പിന്നീട് രണ്ടാമതും സൂർ എന്ന കാരണത്തിൽ വിളിക്കപ്പെടുന്ന സമയം നമ്മളൊക്കെ റബ്ബിന്റെ സമക്ഷത്തേക്ക് ഓടുന്നതല്ലേ? ആ സമയത്ത് മുദ്രിതങ്ങൾ പറഞ്ഞില്ലേ, ഇരുൾ മുറ്റിയ വഴിയിൽ വെളിച്ചമേകാനുള്ളത്. സുബ്ഹാനല്ലാഹ്, എത്ര ഇരുൾ നിറഞ്ഞ വഴികളുണ്ട്. അവൾ വല്ലാത്ത ഇരുളല്ലേ, ഇരുണ്ട വീടല്ലേ. അവൾ പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞില്ലേ, ഇരുൾ മുറ്റിയ വീടാണ് എന്ന് അവൾ നമ്മോട് പറയുന്നില്ലേ? ആ സമയത്തൊക്കെ വെളിച്ചമില്ലാത്ത സ്ഥലത്തൊക്കെ വെളിച്ചം കൊടുക്കുന്ന ഒറ്റ അമല് തങ്ങളെ പഠിപ്പിച്ചത് രാത്രിയിലുള്ള നിസ്കാരമാ, തഹജ്ജുദ് നിസ്കാരമാ. ഫഇദൻ ബഹജ ബിലൈലത്തിൻ ഫതജഹദാ തഹജ്ജദാ واستغفرا للمؤمنين وأعوذ ഇമാം മഹാനായ
തങ്ങൾ പറയുന്നു രാത്രി ഉണർന്നു കഴിഞ്ഞാൽ റമദാൻ മാസം നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി രാത്രി ഉണരായില്ലേ? അങ്ങനെ രാത്രി ഉണർന്നു കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിച്ചോ. വസ്തഗ്ഫിർ ലിൽ മുഅ്മിനീന വഅഉദിലാ, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കോ. ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ ഉമ്മമാരെ ജീവിതത്തിൽ ഉയർച്ച കിട്ടണോ, വളർച്ച കിട്ടണോ, സാമ്പത്തികമായ ഭദ്രത കിട്ടണോ, സാമ്പത്തികമായ ഉയർച്ച കിട്ടണോ, ഒറ്റ കാര്യം ചെയ്താൽ മതി. ഉമ്മയ്ക്ക് വേണ്ടി ഉപ്പയ്ക്ക് വേണ്ടി ഈ ചുരുങ്ങിയത് 7 തവണ പൊറുക്കലിനെ തേടിയാൽ, ഉമ്മാക്കും ഉപ്പക്കും പൊറുക്കലിനെ തേടിയാൽ ഒരു ദിവസം 7 തവണ അല്ലെങ്കിൽ 6-ലേറെ തവണ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതാണ്. ശാരീരികമായിട്ടും അതുപോലെ മക്കളിലുമൊക്കെ വലിയ ബറക്കത്തും ഉണ്ടാകുമെന്ന് മഹാന്മാരാകുന്ന അയ്യിബത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് അഴുവില നന്നായൊന്ന് കരയണം. പ്രിയപ്പെട്ട സഹോദരിമാരെ, എത്ര കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ട്, സാമ്പത്തികമായ പ്രയാസങ്ങൾ വന്നപ്പോൾ കരഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ശാരീരികമായ അവസ്ഥകൾ വന്നപ്പോൾ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ റബ്ബിനെ കുറിച്ച് ഓർത്ത് കരയേണ്ടതില്ലേ സഹോദരിമാരെ? നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. നമുക്ക് വേണ്ടി നമ്മളൊന്ന് ജീവിക്കണ്ടേ? സുബ്ഹാനല്ലാഹ് എന്ന് മഖ്ദൂനങ്ങൾ പറഞ്ഞു, ഫലറകഅതാനി മിനസ് സ്വലാത്തി ബിലൈല കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അൻബലാ. സമയത്ത് എഴുന്നേറ്റുള്ള 2 റക്അത്ത് നിസ്കാരം, ഇത് എത്ര സിമ്പിളാണ് ഉമ്മമാരെ. നമ്മുടെ ചെറുപ്പക്കാലത്തേക്ക് നമ്മൾ ഓർത്തു നോക്കൂ. അന്ന് ഉമ്മമാർ എണീറ്റു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പേടിയുള്ള കാലമല്ലേ. വിളക്ക് വേണ്ട പോലെയില്ല, വെളിച്ചം വേണ്ട പോലെയില്ല. എന്നിട്ടും നമ്മുടെ ഉമ്മമാർ എണീറ്റ് നിസ്കരിച്ചില്ലേ? ഇന്നെന്തൊരു സുഖമാ. കുളിക്കണമെങ്കിൽ വരെ ഉള്ളിൽ സൗകര്യമില്ലേ? ഒരാളെയും പേടിക്ക് നിർത്തേണ്ടതില്ലല്ലോ, വെളിച്ചമില്ലാത്ത വീടില്ലല്ലോ. ഈ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബിന്റെ മുന്നിൽ വന്ന് നിസ്കരിച്ചുകൂടെ? ഈ തഹജ്ജുദ് നിസ്കാരം രാത്രിയിലുള്ള മിനസ്വലാത്തി ബിലൈല, രാത്രിയിലുള്ള 2 റക്അത്ത് നിസ്കാരം കൻസും ബിദാരിൽ ഖുൽദി അദ്വമ അംബലാ. ആരാരും സഹായിക്കാനില്ലാത്ത ഇടം, ആരാരും കൂടെ വരാത്ത സമയം, ആരും തിരിഞ്ഞു നോക്കാത്ത സമയം. അല്ലാഹില്ലാഹു യൗമഇൻ അദുവ്വൻ ബഅദുഹും ലിബഅദിൻ അദുവ്വൻ ഇല്ലൽ മുത്തഖൂൻ. സുബ്ഹാനല്ലാഹ്. കൂട്ടുകാർ കഴിയുന്ന സമയം, കൂട്ടുകാരികൾ ഒഴിവാക്കുന്ന സമയം, മക്കൾ തിരിഞ്ഞു നോക്കാത്ത സമയം. സുബ്ഹാനല്ലാഹ്. ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീ. ഓരോരുത്തരുടെ കാര്യം നോക്കിയിട്ട് ഈ പറയുന്ന ഞാൻ എന്റെ ഭാര്യയുടെ കാര്യം അന്ന് ശ്രദ്ധിക്കുന്നില്ല, ഉമ്മയെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഉപ്പയുടെ വിഷയം ഞാൻ നോക്കുന്നില്ല. അതാ ഉപ്പയെന്നെ കണ്ടില്ലായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഓടുന്ന സമയമല്ലേ. എന്നെ 10 മാസം ഗർഭം ധരിച്ച, എനിക്ക് വേണ്ട സർവ്വതും നൽകിയ, എനിക്ക് വേണ്ട പോഷകങ്ങൾ നൽകിയ, എന്നെ ഞാനാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ മൈൻഡ് വെക്കാത്ത സമയമല്ലേ. മക്കൾക്ക് വേണ്ടി എത്രയാണ് നമ്മൾ ചികിത്സിക്കുന്നത്, എത്ര പണമാണ് നമ്മൾ ചെലവഴിക്കുന്നത്, എത്ര അധ്വാനിക്കുന്നുണ്ട്. അങ്ങനത്തെ മക്കളെ നോക്കാത്ത ദിവസമല്ലേ. ആ ദിവസത്തിൽ ഒരു നിധി വേണോ, അന്ന് സംരക്ഷണം വേണോ, അന്ന് രക്ഷപ്പെടണോ. ഈ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിക്കോ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
അതുകൊണ്ട് സഹോദരിമാരെ, ആ തഹജ്ജുദ് നിസ്കാരം വളരെ സിമ്പിൾ അല്ലേ? നമുക്ക് നിങ്ങളെ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര എളുപ്പമുള്ള കാര്യമാണ്. അപ്പൊ ചില ഉമ്മമാര് പറയും, ഉസ്താദെ കിടക്കണ് കഴിഞ്ഞ 4 മണിക്കല്ലേ, അല്ലെ? കിടക്കണുമ്പോ തന്നെ 10-12 മണിയാകല്ലേ, പിന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്ക് കിട്ടാത്ത സമയം വരികയാണ്. അതിനുമ്മമാര് ഒരു കാര്യം പറഞ്ഞുതരാം, മഖ്ദൂദങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉറക്കിന്റെ പ്രയാസമുള്ള ഉമ്മമാരെന്ന് കുറവാണ്, അല്ലേ? അങ്ങനൊക്കെ കുറവാണ്. പണ്ടത്തെ പോലെ പ്രയാസങ്ങളില്ല. ഇന്ന് തിരുമ്പാൻ എന്ത് എളുപ്പമാണ്, അല്ലേ? എത്ര മിനിറ്റ് വേണം വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ? ഒരു 10-15 മിനിറ്റ് ഉണ്ടായാൽ എല്ലാം കഴിഞ്ഞ് അയൽമ കൊണ്ടുപോയിരുന്ന സിസ്റ്റം വരെ എത്തി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ തന്നെ അല്ലേ? മെഷീനൊക്കെ അവിടെ അല്ലേ? എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യം ഉണ്ട്. അപ്പൊ തിരുമ്പണതും കുളിക്കണതും ഒന്നും ഇപ്പൊ ഒരു വിഷയമില്ല. പിന്നെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. മക്കളൊക്കെ സ്കൂളിലേക്ക് ഏകദേശം 10-10 മക്കളൊക്കെ കാലിയാകും. പിന്നെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾക്ക് വൈകുന്നേരം 4 മണി വരെയുള്ള സമയത്തിനിടയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പരാതിയാണ് നേരല്ല. ഉണ്ടോ അല്ലേ? പരാതി ഉണ്ടോ? എന്തുകൊണ്ട് നേരമില്ലാത്തത്? നമ്മളെ കയ്യിലുള്ള ഫോൺ കണ്ട് മാറ്റി വെച്ചാല് എല്ലാത്തിനും നേരം ഉണ്ടാകും. ഒരു 10-12 മണിയാകുമ്പോഴേക്കും എല്ലാ പണിയും തീർക്കാൻ കഴിയുമല്ലേ? വിചാരിച്ച കഴിയും. നല്ലവണ്ണം വിചാരിക്കണം. അങ്ങനെ വിചാരിച്ചിട്ട് ഈ ദൂരം നിസ്കരിക്കണേ മുമ്പൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഒരു അരമണിക്കൂറൊന്ന് ഉറങ്ങിയാൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവർക്ക് സുന്നത്തുള്ള ഉറക്കാണ്. ആ ഉറക്ക് കൊണ്ട് തടി കൂടൂല. ളുഹൂറിന്റെ മുമ്പുള്ള ഉറക്ക് കേട്ടോ, അതുകൊണ്ട് തടി കൂടൂല, ആരോഗ്യത്തിന് പ്രയാസം വരൂല, അനാരോഗ്യം വരൂല, രോഗങ്ങളെ തൊട്ട് വലിയ സംരക്ഷണം കിട്ടുന്ന ഒരു ഉറക്കമാണ്. മഹാന്മാരാകുന്ന സ്വഹാബത്തൊക്കെ ആ ഉറക്കം ഖദാ വീട്ടലുണ്ടായിരുന്നു ചിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനത്തെ ഉറക്കം ഉറങ്ങിയാൽ പിന്നെ രാത്രി നിസ്കരിക്കാനുള്ള പ്രയാസം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പിന്നെ കുട്ടികളൊക്കെ നോക്കാൻ ഒരു വിഷമം ഉണ്ടാവില്ല. 12 മണിക്കൂർ ഉറങ്ങി 5 മണി വരെ എത്ര മണിക്കൂറല്ലേ? 5 മണിക്കൂർ. ഇങ്ങനെ ഇവിടെ അല്ലേ, ഒരു 4 മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ മനുഷ്യന്റെ ആരോഗ്യത്തിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല എന്നാണ്. ചില അമ്മമാർക്ക് 7 മണിക്കൂർ തന്നെ ഉറങ്ങണം നിർബന്ധമുണ്ട്. അങ്ങനത്തെ നിർബന്ധം ഇവിടെ ഉള്ളവർക്കില്ലല്ലോ. അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ ഉറങ്ങേണ്ടത് അറ്റ്ലീസ്റ്റ് 4 മണിക്കൂർ ഉറക്കിട്ടിയാൽ മതി. കുറെ ഉറങ്ങുക എന്നതൊന്നും ആരോഗ്യത്തിന്റെ ലക്ഷണമല്ല. അതൊക്കെ കുറെ സയൻസിൽ പെട്ട കുറെ ആളുകൾ പറയുന്നെങ്കിലും ആരോഗ്യ വിദഗ്ധർ പറഞ്ഞത് ഓരോരുത്തരുടെയും ശാരീരിക പ്രകൃതി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഓരോരുത്തരുടെയും ആരോഗ്യത്തിന്റെയും ഉറക്കിന്റെയും കണക്കുണ്ടാകാനാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യം, ഈ തഹജ്ജുദ് നിസ്കാരം നോമ്പിൽ നമ്മൾ പതിവാക്കിയാൽ പിന്നീട് അത് തുടർന്നു പോകാൻ എളുപ്പമാർഗമുണ്ട്. അത് പറഞ്ഞു തന്നെ വേണ്ടേ? പറഞ്ഞോട്ടെ. തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾക്ക് ആഖിറത്തിന്റെയും ദുനിയാവിന്റെയും ഒരു വിഷയം വന്നു. ഉദാഹരണം, നമ്മളെ വീട്ടിലൊരു കല്യാണം വന്നു. അങ്ങനത്തെ ഒരു സമയത്തിൽ നമ്മൾക്ക് അവരുടെ ആഖിറത്തെ തിരഞ്ഞെടുക്കാൻ കഴിയണം. ഈ കല്യാണം കൊണ്ട് ഒരു ഹറാമും സംഭവിക്കരുത് എന്നൊരു നിശ്ചയം നമ്മൾക്കുണ്ടായാൽ അതിന്റെ അർത്ഥം നമ്മൾ ആഖിറത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു എന്നാണ്. അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു സഹോദരിയാണെങ്കിൽ ഈ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂല. നമ്മൾക്ക് തയ്യാറല്ലേ? അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. കുറെ ആൾക്കാർ തയ്യാർ, അള്ളാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അത് ആഖിറത്തിന്റെ വിഷയത്തിൽ പ്രാമുഖ്യം കൊടുക്കണം. രണ്ടാമത്തത്, നമ്മള് ജോലികളൊക്കെ ദുനിയാവിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ജോലികൾ ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ ആഖിറത്തിന്റെ വിഷയം വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ദിവസം സപ്പോസ് വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വന്നു, അന്നാണ് നല്ല തിരക്കുള്ള സമയമായിരുന്നു, മക്കൾ എല്ലാവരും കൂടി ഉണ്ട്. അങ്ങനത്തെ ഒരു ദിവസം എന്തായി, നേരെ വൈകി ളുഹുർ ഖളാ ആകാൻ ഇനി 15 മിനിറ്റ് ആണുള്ളത്. ഒന്ന് കുളിച്ച് വന്നു കഴിഞ്ഞാൽ ളുഹുർ ഖളാ ആയി പോകും. ആ സമയം അങ്ങനത്തെ ഒരു ദിവസം അറ്റ്ലീസ്റ്റ് വന്നാൽ, നേരത്തെ പറഞ്ഞ പോലെ ടൈം ഷെഡ്യൂൾ ഉണ്ടായാൽ വരൂല. ഇനി ഒരു ദിവസം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ചിന്തിക്കേണ്ടത്, എന്റെ നിസ്കാരം നടക്കട്ടെ, പിന്നീട് കുളിക്കാം എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എത്ര ഭംഗിയാണ്. അങ്ങനെ ദുനിയാവിന്റെ ജോലിക്കിടയിൽ ആഖിറത്തെ മറക്കാത്ത ആളുകളാണെങ്കിൽ ഈ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂല. അപ്പൊ നമുക്കിപ്പോ തന്നെ തിരിയുന്നുണ്ട്, കഴിഞ്ഞ വർഷം വരെ എന്തുകൊണ്ടാണ് തഹജ്ജുദ് നഷ്ടപ്പെട്ടത് അല്ലേ?
അള്ളാഹു നമുക്ക് നിലനിർത്താനുള്ള വഴി നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, ദുനിയാവിന്റെ കാര്യങ്ങൾ സ്വറ പറഞ്ഞു കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ശ്രദ്ധിച്ചണോ ഇല്ല എനിക്കറിയില്ല, കുറെ ആൾക്കാർ സ്റ്റാറ്റസിലുണ്ട് നോമ്പ് തുറയും സ്വറയും. ആ കുട്ടികൾ സ്റ്റാറ്റസ് ഒക്കെയാണ്. എങ്ങനെ അറിയോ? 10ാം ക്ലാസ് പ്ലസ് 2 പഠിക്കുന്ന കുട്ടികൾ ആണും പെണ്ണും ഒരുമിച്ച് കൂടി നോമ്പ് തുറക്കുകയാണ്. അള്ളാഹ് തുറന്നിട്ട് അല്ലാഹുവിനോട് പറയാണ്, പഠിച്ചോനെ എന്താണ് പഠിച്ചോൻ എനിക്ക് വേണ്ടി നോമ്പ് നോറ്റു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ചെയ്യുന്നത് സ്വറച്ച് തുറക്കുകയാണ്. ഈ സ്വറ കൊണ്ട് ഉമ്മമാരെ നമ്മുടെ ആത്മീയമായ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകും. നന്നായി നമ്മൾ ശ്രദ്ധിക്കണം. ദുനിയാവിന്റെ സംസാരം തീരെ വേണ്ട എന്നല്ല പറഞ്ഞത്, വെറുതെയുള്ള സംസാരം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് നമ്മൾ ഉമ്മമാരിൽ കൂടിയിട്ടുണ്ടോ എനിക്ക് ചെറിയ സംശയം അല്ലെ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, കുറെ റീൽസ് കണ്ട് ഒരു ഉപകാര വീഡിയോ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അല്ലെ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു മെക്കാനിക്കിന്റെ വിഷയം പഠിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാക്ടറിയുടെ എല്ലതും വഴുതന്റെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു ഫാക്ടറിയിൽ നടക്കുന്ന കാര്യങ്ങൾ, ഒരു ഉദാഹരണം മഞ്ചുണ്ടാക്കുന്ന വീഡിയോ കണ്ടു നോക്കി, എന്നാ വലിയ കുഴപ്പമില്ല, എന്തെങ്കിലും കണ്ടല്ലോ മനസ്സിലാവും. ഇത് വെറുതെ ഞങ്ങൾ ഹോം ടൂർ കണ്ടോ, എന്റെ വീടിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് എന്താ അമ്മമാരെ നമുക്ക് കിട്ടുന്നത് അല്ലെ? ആ സമയം ഇവിടെ പോയി എന്നല്ലാതെ വെറുതെ അങ്ങനത്തെ വേണ്ടിയിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് സമയം കളഞ്ഞു കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര കാര്യം പറഞ്ഞു. ഒന്നെന്താണ്, ആവശ്യമില്ലാത്ത ദുനിയാവിന് പ്രാമുഖ്യം കൊടുക്കുന്നതിനേക്കാളും ആഖിറത്തിന് പ്രാമുഖ്യം കൊടുക്കണം. ദുനിയാവിന്റെ ജോലി തിരക്കിനിടയിൽ ആഖിറ മറന്നു പോകാതിരിക്കണം. പിന്നെ നിരന്തരമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണം. ഇന്നലെ രാത്രി ഞാനിങ്ങനെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ കുറെ ചെറുപ്പക്കാരോട്, ഞാൻ നാട്ടിൽ നിൽക്കുന്നോട് കുറെ ചെറുപ്പക്കാരുണ്ട്, ഓരോട് ചോദിച്ചോ തറാവീഹിലൂടെ ഉസ്താദേ ഇന്ത്യന്റെ കളിയായിരുന്നു. ഞാൻ കളി കഴിഞ്ഞാൽ ചോദിച്ചാൽ എന്റെ കയ്യിൽ വൈകുന്നേരത്തേക്ക് കിട്ടിയോ? എന്താ കിട്ടിയേ? ഇന്ത്യ ജയിച്ചു. എന്താ കിട്ടിയ പറഞ്ഞോണ്ട് അങ്ങനെ വെറുതെ ആ സമയം കളഞ്ഞു കഴിഞ്ഞാൽ ഉമ്മമാരെ നമ്മുടെ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. അടുത്ത മറ്റൊന്നാണ് ഒച്ചപ്പാടുണ്ടാക്കുക. ചില ആൾക്കാരാണ് ഒച്ചപ്പാട് ഓര് വന്നാ പിന്നെ നമ്മളെ പേര അടിപൊളിയായി ഒച്ചപ്പാട് അങ്ങോട്ട് ഉണ്ടാക്കിയാല് എന്ത് രസം. അങ്ങനത്തെ ആൾക്കാരെ നമ്മളായാൽ നമ്മളെ തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ അടുത്ത പറഞ്ഞ കാര്യമാണ് അവയവങ്ങളെ ക്ഷീണിപ്പിക്കുക. നല്ല മെനക്കെട്ട് പണിയെടുത്തിട്ട് ഒന്നൊരു പകൽ ഉറങ്ങൂടി ചെയ്യാതെ വൈകുന്നേരം ആകുമ്പോഴേക്ക് പറ്റ ടയർഡായാൽ നമ്മൾ ആരോഗ്യം ക്ഷയിച്ചു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ ഇന്ന് മുതൽ പണി കൊടുക്കാതെ കടന്നുറങ്ങണം എന്നല്ല, ആ ക്ഷീണില്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് നേരത്തെ പറഞ്ഞ ഉറക്ക്, ളുഹറിന്റെ മുമ്പുള്ള ഉറക്ക്, അത് നല്ല ഉത്തമമായ ഉറക്കാണ്. അല്ലാഹു തആല നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ അടുത്ത കാര്യമാണ് പണം കണ്ട് ഫുള്ളാക്കുക. ഇപ്പൊ എല്ലാവർക്കും പൊറാട്ട ആർക്കുള്ളതാണ്? ആരാ പൊറാട്ട കൂടുതലുള്ളത്? അപ്പം കേൾക്കുന്ന പെണ്ണുങ്ങൾ അല്ലെ? നമ്മളെ നേരെ തന്നെ പൊറാട്ട കൊണ്ടുവന്ന് എന്ത് പറയും? അത് പെൺകുട്ടികൾ വന്നോളും അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വന്നോളും. ഉപ്പമാര് വൈകുന്നേരം ഹോട്ടലിൽ പോയിട്ട് കുറച്ച് പൊറാട്ട വാങ്ങും. എന്തിനാ എത്ര പൊറാട്ട? അതൊന്നുമില്ല, എന്റെ പെണ്ണുങ്ങൾക്ക് അത് കുറേ വേണം എന്ന് പറഞ്ഞ് പിന്നെ അല്ലെ തറാവീഹ് നിസ്കരിക്കാൻ നോക്കുന്ന സമയത്ത് അങ്ങോട്ട് പൊന്തില്ല. പണ്ട് മരൊക്കെ പൊന്തിച്ച ക്രെയിൻ ഒന്ന് പൊന്തിച്ചേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്താ നമ്മൾ വിചാരിച്ചിട്ടാണ് പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാണ്? അങ്ങനല്ല, അത് തിന്ന് വൈകിട്ടാണ്. പണിയെടുത്ത് ക്ഷീണിക്കാൻ ഇപ്പൊ പണ്ടത്തെ പോലെ അമ്മിമട്ട് ഇറക്കുണ്ടോ? ഇതല്ല. തിരുമ്പാൻ വേണ്ടി കല്ലുമൊക്കെ പോകുന്നുണ്ടോ? അതുമില്ല. ഇനി പണ്ടൊക്കെ എന്തേ കുമ്പിട്ട് നേരെ ഇച്ചോർമ്മോട് ഞാൻ ഉമ്മനെ സഹായിച്ചത്. പണ്ട് വടിയില്ലാത്ത കാലം ഉണ്ടായിരുന്നു അല്ലേ? അന്ന് ഉമ്മനെ സഹായിക്കാൻ വേണ്ടി ഉമ്മ പ്രസവിച്ചെടുക്കണമെന്ന് ഞാനും പെങ്ങളും മാത്രമാണ്. ആ പെങ്ങളും ഞാനും പെങ്ങളും അടിച്ചു ഞാൻ തോക്കും. അങ്ങനെ കഴിഞ്ഞിരുന്നു. അന്ന് നമ്മൾ ശീലം എടുത്തിട്ട് എങ്ങനെ തോത്തലായി കുമ്പിട്ട് ഇരുന്ന് നിരങ്ങി തോത്തലായി. ഇപ്പൊ ആ സംവിധാനം ഇല്ല. ഇപ്പൊ എന്റെ പെണ്ണുങ്ങളൊക്കെ വടിയെടുത്ത് അങ്ങോട്ട് നീക്കണമാണ്. അതാണ് തുടക്കല്. സുബ്ഹാനല്ലാഹ്. ഈ ഒരു അധ്വാനം നമുക്കില്ല. പിന്നെ ആകെ അധ്വാനം എന്താണ്? ഒച്ചക്ക് അല്ലേ? അത് മാത്രമേ നമുക്ക് അധ്വാനമുള്ളൂ. കുട്ടികളെ ചീത്ത പറഞ്ഞ നന്നാക്കുക. എന്തായാലും നമ്മൾ അധ്വാനിക്കല് അവര് മാറിയിട്ടുണ്ട്, അവര് നല്ല ഉഷാറായിട്ടുണ്ട്. കുട്ടികളെ ചീത്ത പറയാത്ത ഉമ്മമാരെ അല്ലാഹു നന്നാക്കി തരട്ടെ. ചീത്ത പറയേണ്ടെന്ന് വെറുതെ ഒരെന്ത് ചെയ്താലും നോക്കിക്കണം എന്നല്ല കേട്ടോ, നല്ല സതുപദേശങ്ങൾ കൊടുക്കണം. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. അങ്ങനെ ഈ രീതിയിൽ അവയവങ്ങൾ ക്ഷീണിപ്പിക്കാതെ, ശരീരം ക്ഷീണിക്കാത്ത രീതിയിലുള്ള ജോലികളും ആത്മീയമായ ഉന്നതികളും ചെയ്തു കഴിഞ്ഞാൽ
തഹജ്ജുദ് നിസ്കാരം നഷ്ടപ്പെട്ടു പോകൂല. അല്ലാഹു തആല നമുക്ക് നിലനിർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇന്ന് നൽകിയിട്ടുള്ള ഓഫർ എന്ന് പറയുന്നത് തഹജ്ജുദ് നിസ്കാരം മടങ്ങാതെ നിങ്ങൾ ഒരാളെങ്കിലും കൊണ്ടു നടന്നാൽ സഹോദരിമാരെ ഞാൻ പറയുന്നു ഒരു ഹിസാബുമില്ലാതെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുക. അപ്പൊ അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ മതി. നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന ചില കാര്യങ്ങൾ അല്ലെ, വെറുതെ വീഡിയോ കണ്ടിരിക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ നന്നായി കൊയങ്ങണ അത്ര നേരം ഒരു വർക്ക് വരാതെ പണിയെടുത്ത് ചത്ത് കെട്ടി പണിയെടുക്കാതെ പറയും. അങ്ങനെ ചെയ്യാതെ ഒരു ലിമിറ്റ് വെച്ചുകൊണ്ട് എല്ലാത്തിനും പ്രത്യേകമായ കൺട്രോൾ വെച്ചുകൊണ്ട് നമ്മൾ അധ്വാനിക്കുക, ജോലി ചെയ്യുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ അത് സഹായകമാകുന്ന 2-3 കാര്യം 2 മിനിറ്റോടെ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. 2 കാര്യങ്ങൾ ഈ തഹജ്ജുദ് നിസ്കാരം ഈ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിൽ ഇത്തരം അനാവശ്യമായ കാര്യങ്ങളില്ല, ഒച്ചപ്പാടില്ല, ഒരു നീറ്റായ പെണ്ണായി മാറി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും നല്ലൊരു വുളൂ ഉണ്ടാകണം. സർവ്വസമയത്തും വുളൂ ഉണ്ടാകുന്നത് നല്ല ലക്ഷണമാണ്. സമ്പത്ത് കുറയിലാണ്. നമുക്ക് പൈസ വേണോ വേണ്ടേ? പൈസക്കാരൻ മുകേഷ് അംബാനി ആണെന്നല്ലോ ചോദിച്ചത് അല്ലേ? നമ്മളെ ആവശ്യത്തിന് ഒരാൾ മുന്നിൽ കൈനീട്ടാണ് ജീവിക്കേണ്ടത്. അതിനുള്ള ഒരൊറ്റ എളുപ്പ മാർഗമാണ് എപ്പോഴും വുളൂ ഉണ്ടാകുക എന്നുള്ളത്. വുളൂ മുറിഞ്ഞ ഉടനെ വുളൂ എടുക്കുക. അല്ലാഹു തആല സഹായിക്കുമാറാകട്ടെ. പിന്നെ അടുത്തൊരു മാർഗം, ഇപ്പൊ ഏകദേശം നമ്മളൊക്കെ ഒരു അസറായില്ലേ, ഒരു 5-5:30 ആകുമ്പോഴേക്ക് പണികളൊക്കെ തീരൂല, അന്തിക്കുള്ള പണിക്ക് തീരൂലേ? അത് കഴിഞ്ഞ് ഇപ്പൊ ബാങ്ക് 6:40 ഒരു 6:40 ഭാഗമാകുമ്പോ 6:30 മണിക്ക് നമ്മളൊന്ന് ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കുക. ഖിബില അറിയില്ലേ? ഖിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കസാരയിൽ ഇരുന്നാ മതി. എന്നിട്ട് കുറച്ച് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇസ്തിഗ്ഫാർ ഒന്ന് ചൊല്ലി നോക്കി. പൈസ ഉണ്ടാകും. ആ പൈസ മാത്രം മതി നമുക്ക്. ആരോഗ്യം ഉണ്ടാകും, ആഖിറത്തിൽ വെളിച്ചുണ്ടാകും. അല്ലാഹു തആല നിർത്തിത്തിരുമാറാകട്ടെ. എന്താ പറഞ്ഞത്? വുളൂ എപ്പോഴും ഉണ്ടാകുക. അതൊക്കെ സിമ്പിൾ ആണ്. വുളൂ എടുക്കാൻ എത്ര മിനിറ്റ് വേണം നമുക്ക്? 15 മിനിറ്റ് വേണ്ടേ? വേണ്ടേ? 15 സെക്കൻഡ് മതിയല്ലേ? അത്രയും എളുപ്പമുള്ള കാര്യമാണ് വുളൂ എടുക്കുക എന്നുള്ളത്. എന്നിട്ട് ഒരു വുളൂ എപ്പോഴും സമയത്ത് വുളൂ എടുത്ത് നടക്കുക. വുളൂ പറഞ്ഞാൽ വീണ്ടും കൊടുക്കുക. ചില ഉപ്പമാർ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സങ്കടം തോന്നും. പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ മൂത്രിച്ച കുഴപ്പമില്ല. നിസ്കാരം കഴിഞ്ഞ് പോയിട്ട് കുറെ പേര് ടോയ്ലറ്റ് പോകണം കാണാം, മൂത്രിക്കാൻ പോകണം കാണാം. അത് വല്ലാത്ത പരാജയമല്ലേ അല്ലേ? പിന്നെ വുളൂ എടുക്കൂല. വുളൂ എടുക്കണേ കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആ മുദ്രിക്കൽ നിസ്കാരത്തിന് മുമ്പാക്കി എന്തിനെളുപ്പാണ്? അതൊന്നല്ല, നമ്മളെ ശത്രുവാകുന്ന പിശാചി നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. അപ്പൊ അതുകൊണ്ട് വുളൂ പരിപൂർണമായിട്ട് സർവ്വസമയങ്ങൾ കൊണ്ടുനടക്കുക. പിന്നെ ഈ മഗ്‌രിബിന്റെ മുമ്പായിട്ട് നന്നായിട്ട് ഇസ്തിഗ്ഫാറും ചെല്ലുക. അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്. 3-മത്തെ കാര്യം, മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ ഇബാദത്തിൽ മാത്രം ശുഗലാകുക. സുബ്ഹാനല്ലാഹ്, വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? മഗ്‌രിബ് ഇശാഇന്റെ ഇടയിൽ ഏറിയാൽ കിട്ടുന്നത് 1 മണിക്കൂറാണ്. മഗ്‌രിബ് നിസ്കാരല്ലേ ഏറിയ സമയം കിട്ടേണ്ട 1 മണിക്കൂർ കിട്ടുള്ളൂ. 1 മണിക്കൂർ കിട്ടുന്ന അത്യപൂർവമാണ്. 50 മിനിറ്റ്, 40 മിനിറ്റ്, 45 മിനിറ്റ് അങ്ങനെയൊക്കെ ഉണ്ടാകുള്ളൂ. ആ സമയം ദിക്റുകളും ഖുർആൻ ഓത്തും അതുപോലെ ഇബാദത്തുകളും മാത്രം ചെയ്യാം. അപ്പൊ ഉമ്മമാര് ചോദിക്കും, ഉസ്താദേ കുട്ടികളെ പഠിപ്പിക്കട്ടെ, അതൊരു ഇബാദത്തല്ലേ? കുട്ടികൾക്ക് ഖുർആൻ ഓതി പഠിപ്പിക്കൽ ഇബാദത്തല്ലേ? കുട്ടികളെ പഠനത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം, ഇബാദത്തല്ലേ? നിങ്ങൾക്ക് പറ്റാത്ത ദിവസം, ഓതാൻ പറ്റാത്ത സമയം, നിസ്കരിക്കാൻ പറ്റാത്ത സമയം, അന്ന് ഈ മഗ്‌രിബിന്റെ മുമ്പ് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് പിന്നീടുള്ള സമയം മക്കളെ നിസ്കരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക, മക്കളെ നിസ്കാരങ്ങൾ നോക്കുക, ഖുർആൻ നോക്കുക. അങ്ങനെ ഇബാദത്തിൽ മാത്രമായി ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സമയം കണ്ടെത്തുക. അതിനുശേഷം അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക. ഇശ നിസ്കരിച്ച പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് പിന്നെ ഇപ്പൊ പണ്ടത്തെ പോലല്ല. ഇപ്പൊ ഉമ്മമാർ നല്ല ആരാധനകൾ ചെയ്യുന്ന ആൾക്കാരാണ്. 12 മണി വരെ നിങ്ങൾ ഇബാദത്ത് എടുക്കണ്ട. മനസ്സിലാവുണ്ടോ? 12 മണി വരെ അല്ലേ? ഏതെങ്കിലും എന്താ പറയാ ക്ലാസ്സിലെ മറ്റേ ലൈവ് ഓണാക്കി വെച്ചിട്ട് കുറേ ചൊല്ലി കൊടുക്കാൻ അയക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ മഹ്ദൂദങ്ങള് ഔലിയാക്കളുടെ അടയാളം പറഞ്ഞതാണ്. നബിതങ്ങളല്ലേ ഏറ്റവും വലിയ ആളല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഇശ നിസ്കരിച്ചാൽ പിന്നെ സംസാരിക്കാറില്ലായിരുന്നു. അങ്ങനെയല്ലേ? അങ്ങനെ തന്നെ ഹദീസുള്ളത്. തങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ഇശാഇന് ശേഷം സംസാരിക്കുക എന്നുള്ളത്. ഇശാഇന് ശേഷം നമ്മൾ മീറ്റപ്പുകളും ഓൺലൈൻ പരിപാടിയാണെങ്കിൽ മാറ്റി വെക്കണം അല്ലേ?
ഇപ്പൊ കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്. അള്ളാഹു തന്നെ നമ്മൾക്ക് നല്ല ബോധം പെരുമാറാകട്ടെ അല്ലെ. ഉസ്താദുമാർ ഒഴിപ്പിക്കുന്ന സമയത്താണ് ക്ലാസ് എടുക്കുക, അത് ഞങ്ങൾ അപ്പൊ തന്നെ കേൾക്കണമെന്നുണ്ടോ? ഉമ്മമാരെ ഞങ്ങൾ കുറ്റപ്പെടുത്തല്ലോ, നിങ്ങൾ നല്ല വിചാരിച്ച് ചെയ്തതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കുറെ നേരം ആ ക്ലാസ് കേട്ട് അല്ലെങ്കിൽ ആ വയത് കേട്ട് പിന്നെ അവസാനം ഉറങ്ങാൻ നേരത്തേക്കാണ് നമ്മളെ 10ാം ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ നല്ല ചർച്ച വരുന്നത്. അപ്പൊ അതിന്റെ ബാക്കിലും പോകും. അങ്ങനെ ഉറങ്ങാൻ ഇന്നും എത്ര മണിയാവും? 12 മണിയാവും. ഈ 12 മണിക്ക് ഉറങ്ങി കഴിഞ്ഞാൽ നേരത്തെ ഇരിക്കാൻ കഴിയോ? കഴിയൂല. അതുകൊണ്ട് സഹോദരിമാരെ, ഇങ്ങനെ മഹാനായ മഹ്‌റൂദങ്ങൾ പറഞ്ഞു, അങ്ങനെ ഈ ഇശായും മഗ്‌രിബും കഴിഞ്ഞ് അതിന്റെ ഇടയിൽ ഇബാദത്തൊക്കെ കഴിഞ്ഞ് പിന്നെ ഇശായിന് ശേഷം അനാവശ്യ കാര്യം സംസാരിക്കരുതെന്നാ പറഞ്ഞിട്ടോ. ആവശ്യമുള്ള കാര്യം സംസാരിക്കണം. കുട്ടികൾക്ക് സ്കൂളിൽ പഠിപ്പിക്കണം. ഭർത്താവിന് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എത്ര വിളിച്ച് ഉണ്ടാത്ത ഉസ്താദ് എഴുതാറുണ്ട് അങ്ങനെ പറയരുത് അല്ലെ. ആ സംസാരല്ലേ പറഞ്ഞത്, അനാവശ്യ കാര്യങ്ങൾ സംസാരം പറഞ്ഞത്. അങ്ങനെ ജീവിതത്തിൽ നല്ല ഉമ്മമാരായി നമുക്ക് മാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളെല്ലാവരും നല്ല സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകൾ കൊടുക്കുമാറാകട്ടെ.